മഴ പുഴയോട് ചെയ്തത് എനിക്ക് നിന്നോട് ചെയ്യും. കേൾക്കുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ടല്ലേ, പക്ഷേ ഈ ഡയലോഗ് ഉണ്ടാക്കിയ ഒരു പുകിലുണ്ടല്ലോ, അത് മലയാള സിനിമയ്ക്ക് പുതിയൊരു പാഠമാണ് നൽകിയത്. അതുമാത്രമല്ല, സിനിമ സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമായി മാറിയ സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. പെണ്ണും. ഡയറക്ടർ രാജേഷ് മാധവൻ, അദ്ദേഹത്തിനാണ് ഇതിൻ്റെ കയ്യടി മൊത്തത്തിൽ കൊടുക്കേണ്ടത്. അങ്ങേരുടെ ആ ഒരു ധൈര്യത്തിന് 100% പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട്, അതായത് സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നാടക ആർട്ടിസ്റ്റുകൾ, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഫ്രഷ് എക്സ്പീരിയൻസ്, ഒരു ഗ്രാമം പോലെ തന്നെ നമുക്ക് തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അദ്ദേഹം മെനഞ്ഞെടുത്ത ഒരു സിനിമ. ഈ സിനിമയുടെ കോർ അല്ലെങ്കിൽ നറേഷൻ, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സോഷ്യൽ സബ്ജക്റ്റിനെ പക്ക ലോക്കൽ കോമഡി അതുപോലെ തന്നെ ഫാന്റസി മൂഡിലാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. സിനിമ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സിനിമ നറേഷൻ ചെയ്യുന്നത് സുട്ടു എന്ന് പറയുന്ന ഒരു നായയുടെ കണ്ണിലൂടെയാണ്. ആ നായയുടെ വീക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ ആ നായയുടെ കാഴ്ചപ്പാടിലൂടെയാണ് സിനിമ എക്സ്പാൻഡ് ചെയ്തത്. അതായത് ആ നായയെ പിന്തുടരുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിനിടയിൽ സംഭവിക്കുന്ന മറ്റൊരു സോഷ്യൽ ഇഷ്യൂ, ഇത് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഈ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്, ഒരു ഇന്റർ ലിങ്ക് എഡിറ്റിങ്ങിനകത്തൊക്കെ ഭയങ്കര മികവാണ്. അത് ഈ സിനിമയെ മറ്റൊരു ലെവലിലേക്കാണ് കൊണ്ടെത്തി. രാജേഷ് മാധവന്റെ ആദ്യത്തെ സംവിധാനമാണ് പെണ്ണും പൊറാട്ടും. വളരെ ഗംഭീരമാണ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു നടൻ, അതായത് ഒരു പ്രമുഖ നടനെ മുൻനിർത്തി മറ്റുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ, പുതിയ ആർട്ടിസ്റ്റുകളെ, അതായത് മേജർ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആക്ടേഴ്സ് എല്ലാം, സിനിമയിലുള്ള ആക്ടേഴ്സും ബാക്കിയുള്ളവരൊക്കെ പുതുമുഖമാണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100% ആൾക്കാരും പുതുമുഖങ്ങളാണെങ്കിൽ ആ എല്ലാ ആക്ടേഴ്സിൻ്റെയും അഭിനയത്തിൻ്റെ സ്കെയില്, അതായത് ഇതൊരു ഡ്രാമാറ്റിക് മൂഡിലുള്ള പ്രസൻറ്റേഷനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ അഭിനയം ഒരേ ലെവലിൽ കൊണ്ട് നിർത്തിയിട്ടില്ലെങ്കിൽ പാളിപ്പോവും. അപ്പം ഇത്രയും പുതിയ ആൾക്കാരെ ഒരേ കണക്ക് അഭിനയിപ്പിക്കുവാനും അവരെ മാനേജ് ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, അദ്ദേഹം തെളിയിച്ചു എങ്കിൽ മലയാള സിനിമയിൽ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സംവിധായകൻ തന്നെയാണ് രാജേഷ് മാധവൻ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ ഞാൻ ഇങ്ങനെയാണ് മലയാള സിനിമയുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് സിനിമ ആരുടെയും കുത്തകയല്ല, അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റും നല്ല എന്താ പറയുക, നല്ല സിനിമയോട് അതിയായ ആഗ്രഹമുള്ള ഒരു ഡയറക്ടറും, പിന്നെ സിനിമ അല്ലെങ്കിൽ അഭിനയം അറിയാവുന്ന ആർട്ടിസ്റ്റുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കണ്ടന്റുകൾ ചെയ്യാൻ പറ്റും, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു തന്ന ഒരു സിനിമയാണ് പെണ്ണും പൊറാട്ടും.